അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. സ്നേഹമുള്ള രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, സർവ്വലോക പരിപാലകനായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി പാലിച്ചുകൊണ്ട് ജീവിതം ക്രമീകരിക്കുവാൻ ഞാനും നിങ്ങളും കടപ്പെട്ടവരാണ് എന്നുണർത്തുകയാണ്. അർഹമുർ-റാഹിമീനായ നാഥൻ അവൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. CRE ക്ലാസ്സിലെ പഠിതാക്കളുടെ രക്ഷിതാക്കളും ആ പഠിതാക്കളും ഈ നാട്ടിലെ നല്ലവരായ ദീനി സ്നേഹികളുമൊക്കെയാണ് എൻ്റെ മുമ്പിൽ ഒരുമിച്ച് ചേർന്നിട്ടുള്ളത്. വളരെ യാദൃശ്ചികമായാണ് ഞാൻ ഇന്ന് ഈ പരിപാടിയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഞാൻ ഒരാളെ എൻ്റെ നാട്ടിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫോൺ കോളും പ്രതീക്ഷിച്ച് ബാക്കിയുള്ള പരിപാടിയൊക്കെ മാറ്റി വെച്ചിട്ട് അതും പ്രതീക്ഷിക്കാൻ നിൽക്കുകയാണ്. ഏത് സമയത്തും വിളി വരാം. ആ സമയത്താണ് ഒരു 15 മിനിറ്റ് മുന്നേ 20 മിനിറ്റ് മുന്നേ ഇവിടെ നിന്നൊരു വിളി വരുന്നു. ഇവിടെ സംസാരിക്കേണ്ടിയിരുന്ന സഹോദരൻ ഒരു ആക്സിഡൻറ്റിൽ പെട്ടിട്ടുണ്ട് പോരുന്ന വഴിയിൽ. നമ്മളൊക്കെ പ്രോഗ്രാം നടത്തുന്നതാണ്, പടച്ചോൻ്റെ തീരുമാനങ്ങളാണ് നടക്കുക. ഇന്നിവിടെ സംസാരിക്കേണ്ടത് ഞാനാണ് എന്നാണ് പടച്ചോൻ തീരുമാനിച്ചതെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ എത്തിയത്. ഏതായിരുന്നാലും അല്ലാഹു തആല ആ സഹോദരന് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ ഇത്തരത്തിലൊരു സദസ്സ് എന്നത് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലായിക്കത്തുകൾ ഇറങ്ങുന്ന ഒരു സദസ്സാണ്. ഇവിടെ CRE ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളും അതുപോലെ തന്നെ MSM സ്റ്റുഡൻസ് വിങ് അവരുടെ രക്ഷിതാക്കളുമാണ് ഉള്ളത്. ഇന്ന് മതത്തിൻ്റെ പരിസരത്ത് നിന്ന് ആളുകൾ അകന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം വ്യാപകമാണ്. ദീനിനെക്കുറിച്ച് പറയുക, ദീനിനെക്കുറിച്ച് കേൾക്കുക എന്നതൊക്കെ ഒരു പഴഞ്ചനായി മാറുന്ന, അങ്ങനെയൊക്കെ ആളുകൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഇതുപോലെ ഒരുമിച്ചിരിക്കുവാനും നന്മകൾ പരസ്പരം കൈമാറുവാനും സാധിക്കുക എന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യവുമാണ്. ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ച വചനം വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫുർഖാനിലെ ഇബാദുർ റഹ്മാനുമായി ബന്ധപ്പെട്ട വിശ്വാസികളുടെ പ്രാർത്ഥനകൾ എങ്ങനെയാവണം, ഒരു വിശ്വാസി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളിൽപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്. അതിൽ അല്ലാഹു തആല വിശ്വാസികളുടെ പ്രത്യേകതയായിട്ട് പറയുന്നത് വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുൻ
വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. വിശ്വാസികൾ നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. വല്ലദീന യഖൂലൂന, അവരിങ്ങനെ പറയും, റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ. എന്നിട്ട് അവർ പറയുന്നത്, അല്ലാഹനെ വിളിച്ചുകൊണ്ട് പറയുന്നത്, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അഅ്യുൻ, ഞങ്ങളുടെ ഇണകളിൽ നിന്നും ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്നും നീ ഞങ്ങൾക്ക് കൺകുളിർമ നൽകണേ എന്ന്. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, ധർമ്മനിഷ്ഠ പാലിക്കുന്ന മുത്തഖീങ്ങൾക്ക് ഇമാമാക്കുകയും ചെയ്യണമേ എന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ആത്മാർത്ഥമായിട്ട് നമ്മൾ എത്രത്തോളം ഈ ഒരു പ്രാർത്ഥന ഇന്നത്തെ ദിവസം നമ്മൾ പ്രാർത്ഥിച്ചു എന്ന് ആലോചിച്ച് നോക്കും. ആഴ്ചയിൽ ഒരു ദിവസമാണ് CRE ക്ലാസ്സുകൾ എന്നാണ് നാം മനസ്സിലാക്കുന്നത്. നമ്മുടെ ചുറ്റുപാടുകളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് നടക്കുന്നുണ്ട്. നമ്മൾ ഇതിന് പറഞ്ഞയക്കുമ്പോൾ, നമ്മളെ മക്കളെ CRE ക്ലാസ്സിലേക്ക് പറഞ്ഞയക്കുമ്പോൾ ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടാണോ നമ്മൾ പറഞ്ഞയക്കുന്നത്, അതല്ലെങ്കിൽ ഈ ഒരു പ്രാർത്ഥനയുടെ പൊരുൾ നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരുപാട് പ്രതീക്ഷകളുണ്ട് നമുക്ക് നമ്മുടെ മക്കളെ കുറിച്ച്. പലപ്പോഴും നമ്മൾ സൂചിപ്പിക്കുന്നത് പോലെ ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളാണ്. പണ്ട് പുടവിയിൽ ഒരു പരസ്യം വന്നു, ഒരു കാർട്ടൂൺ വന്നിരുന്നു, അടിക്കുറിപ്പ് മത്സരം എന്ന് പറഞ്ഞിട്ട്. എന്താ അടിക്കുറിപ്പ് മത്സരം? ഒരു ചെറിയ ചിത്രമുണ്ട്, ഒരു ഭാര്യയും ഭർത്താവും, അഥവാ ആദ്യമായിട്ട് കല്യാണം കഴിഞ്ഞതാണ്. കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രി ഭാര്യ ഉണ്ട് ഇങ്ങനെ അവിടെ ഇരിക്കണ്, ഭർത്താവ് പുറത്തൊരു സ്റ്റൂൾ ഇട്ട് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ എന്തോ ആലോചിച്ചിരിക്കുന്നുണ്ട്. എന്താണ് ഇവർ പറയുന്നത് എന്ന് പറയാമോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ അതിന് ഒരാൾ അടിക്കുറിപ്പ് എഴുതിയത്രേ, അല്ലാഹു ആലം. ഇവര് നമുക്ക് സന്താനമുണ്ടായാൽ ഏത് സ്കൂളിൽ ചേർക്കണം എന്ന് ആലോചിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മൾ ഇന്നൊരു ചെറിയ കുട്ടി നമുക്ക് ലഭിച്ചാൽ, അല്ലെങ്കിൽ ഒരു കുട്ടിനെ ഏത് തലത്തിൽ എത്തിക്കണം എന്ന് ഗർഭാവസ്ഥയിൽ തന്നെ നമ്മൾ ആലോചിക്കുകയാണ്. എന്നിട്ടോ അവർക്ക് വേണ്ടി ഇന്ന് ഒരുപാട് ആളുകൾ, ഇപ്പൊ വിവാഹത്തിന്റെ പോലും ലക്ഷ്യമായിട്ട് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് എന്താ? സമാധാനമുള്ളൊരു ജീവിതം ഉണ്ടാവാനാ. സന്താനം ഉണ്ടാവലും ബാക്കിയൊക്കെ അതൊക്കെ കഴിഞ്ഞിട്ടാണ്, അതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. സമാധാനത്തോടുകൂടെ ജീവിക്കുക എന്നതാണ്. ഇവിടെ നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ മക്കളിൽ നിന്നും നമ്മുടെ ഇണകളിൽ നിന്നും നമുക്ക് കൺകുളിർമ ലഭിക്കണമെങ്കിൽ, സമാധാനപരമായ ഒരു ജീവിതം നമുക്കുണ്ടാകണമെങ്കിൽ, മതപരമായ അധ്യാപനങ്ങൾ അത് അറിയുകയും അത് പകർത്തുകയും ചെയ്യണം എന്നത് തന്നെയാണ്. നമ്മളെ വീടിന്റെ അവസ്ഥ നമ്മളൊന്നെടുത്ത് ഇങ്ങനെ പരിശോധിച്ച് നോക്കൂ. നമ്മളെ കുടുംബത്തിലുള്ള അംഗങ്ങൾ മുഴുവനും എപ്പോഴെങ്കിലും സംസാരിക്കാറുണ്ടോ എന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ കുടുംബങ്ങളിലെ മക്കളൊക്കെ വാപ്പാനോട് സംസാരിച്ചിട്ട് എത്ര ദിവസമായി എന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മളിവിടെ ഒരുപാട് കുട്ടികൾ ഇരിക്കുന്നുണ്ട്, ആൺകുട്ടികൾ ഇരിക്കുന്നുണ്ട്, പെൺകുട്ടികൾ ഇരിക്കുന്നുണ്ട്. സ്വന്തം വാപ്പാനോട് മുഖത്തു നോക്കി സംസാരിക്കുന്ന, അഥവാ സ്നേഹത്തോടുകൂടെ സംസാരിക്കുന്ന എത്ര മക്കളുണ്ടെന്ന് ആലോചിച്ച് നോക്കണം. ഒരു 5 വയസ്സ് ആകുന്ന സമയത്ത് നമ്മുടെ ഏറ്റവും വലിയ ഹീറോ നമ്മുടെ വാപ്പയ്ക്കാരൻ. 10 വയസ്സായാൽ അത്ര ഉണ്ടാവില്ല. ഒരു 15 വയസ്സൊക്കെ ആയാല് മോനെ എങ്ങട്ടാ പോണേന്ന് ചോദിച്ചാൽ മകന് പറയാനൊരു മടി ഉണ്ടാകും. ഇന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. ആ പ്രായത്തിലുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ അങ്ങനെയാണ്. നിങ്ങൾ എന്തിനാ ഇങ്ങനെ നോക്കി കിടക്കണത്? എനിക്കറിയാം എങ്ങട്ടാ പോകേണ്ടത്, ഞാൻ എവിടുക്കാ ചെല്ലേണ്ടത് എന്നൊക്കെ എനിക്കറിയാം. നിങ്ങൾ ഇങ്ങനെ നോക്കി കിടക്കൊന്നും വേണ്ട എന്ന് വിചാരിക്കും. എല്ലാത്തിനും ഒരു കൺട്രോൾ വരുത്തുന്ന ഒരവസ്ഥ ആരും ഇഷ്ടപ്പെടുന്നില്ല. ഉപദേശിക്കുക എന്നത് ആർക്കും ഇഷ്ടമല്ല. ഒരാളുടെ മൊബൈൽ ഫോണിൽ ഒരു നമ്പർ കണ്ടു, ഒരു വിദ്യാർത്ഥിയുടെ മൊബൈൽ ഫോണിൽ ഒരു നമ്പർ കണ്ടു. ഇത് ആരാന്ന് ചോദിച്ചപ്പോൾ അവർ എഴുതി വെച്ചത്രേ. അവിടെ അതായത് റിങ് ചെയ്യുന്നുണ്ട്. എന്താ അവിടെ സേവ് ചെയ്ത് എന്താ അറിയോ? ദുരന്തം എന്ന് സേവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതെന്താ? അതാരാ ദുരന്തം? ഉമ്മാന്റെ നമ്പർ സേവ് ചെയ്തതാ അത്ര. ഉമ്മ ഒരു ദുരന്താണ്. കാരണം മക്കൾക്ക് ഉമ്മാനെ ഒരു ദുരന്തായിട്ട് തോന്നുക. ആ ഉമ്മയാണ് എന്നെ വാരിയെടുത്തത് എന്ന് മക്കൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഇന്നത്തെ കാലം, പ്രത്യേകിച്ചും ഇന്ന് വർത്തമാന കാലഘട്ടത്തിൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, പല രൂപത്തിലുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞ് പല രൂപത്തിലുള്ള സിനിമാ ലോകത്തുള്ള ഒരുപാട് കഥകള്,
സ്ത്രീകൾക്ക് സുരക്ഷിതത്വം വേണമെന്നൊക്കെ പറഞ്ഞ് ഇവിടൊക്കെ ഇസ്ലാമിന് പറയാനുള്ള മറുപടി എന്നോ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ധാർമ്മികമായ ജീവിതം നയിക്കുക എന്നത് തന്നെയാണ്. അഥവാ നിരന്തരമായ ഇസ്ലാമികപരമായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അത് കേൾക്കുകയും അത് മനസ്സിലാക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുമ്പോൾ ഒരു നല്ല മനുഷ്യനായിട്ട് ജീവിക്കാൻ സാധിക്കും. പക്ഷെ ഇന്ന് മൈ ബോഡി മൈ ചോയ്സ്, എൻ്റെ ശരീരം അത് എനിക്കുള്ളതാണ്, സ്റ്റാറ്റസ് വെക്കാണ്. കേൾക്കാൻ നല്ല രസമുള്ള വാക്കാണ്, ആൾക്കാരോട് പറയാനും നല്ല രസമുള്ള വാക്കാണ്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മൈ ബോഡി മൈ ചോയ്സ് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മളെ പുതിയ തലമുറ അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ ശരീരം എനിക്കുള്ളതാണ്, എൻ്റെ ശരീരം എനിക്കുള്ളതാണ്, അത് ഞാൻ ഇഷ്ടമുള്ള രൂപത്തിൽ, അതെൻ്റെ ചോയ്സാണ്, എനിക്കൊരു ജീവിതമുള്ളൂ. അതിനുവേണ്ടി നമ്മളെ വഴിതെറ്റിക്കാൻ വേണ്ടി ഞാനിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോടാണ്. നമ്മളെ വഴിതെറ്റിക്കാൻ വേണ്ടി നാനാഭാഗത്തു നിന്നും പല രൂപത്തിലുള്ള കോർപ്പറേറ്റുകൾ ബോധപൂർവമായി ലിബറൽ സംസ്കാരങ്ങളും അതിരുവിട്ട സ്വതന്ത്ര ചിന്തകളും നമ്മുടെ മനസ്സുകളിലേക്ക് ഇട്ടുതന്നുകൊണ്ട് നമ്മളെ ഇക്കിളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പല രൂപത്തിലുള്ള റാക്കറ്റുകളുണ്ട്. ലഹരി പദാർത്ഥങ്ങളെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മുടെ മഹല്ലുകളിൽ നിന്ന് പിടിക്കപ്പെടുന്നില്ലേ MDMA പോലെയുള്ള അത്തരത്തിലുള്ള കാര്യങ്ങൾ? നമ്മുടെ കുടുംബങ്ങളിലില്ലേ അത് ഉപയോഗിക്കുന്ന ആൾക്കാർ? പ്രണയങ്ങളില്ലേ നമ്മുടെ കുടുംബങ്ങളിൽ? അവിഹിതങ്ങൾ നടക്കുന്നില്ലേ നമ്മുടെ വീടുകളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ചുറ്റുപാടുകളിൽ? എന്തേ ഇതിന് കാരണം? ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പാലക്കാട് ജില്ലയിൽ ഒരു മദ്രസ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട് പോയപ്പോൾ അവിടെ ഖത്തറിൽ നിന്ന് ജോലി ചെയ്തിരുന്ന ഒരു സഹോദരൻ നാട്ടിൽ വന്നു. അദ്ദേഹം എന്നോടൊരു കാര്യം പറഞ്ഞു. അദ്ദേഹത്തിന് എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്ന ഒരു മോനുണ്ട്. ആ മോനോട് ചോദിച്ചത്ര, ഞാൻ പലപ്പോഴും പല സ്ഥലത്തും പറയാറുണ്ട്, ആ മോനോട് ചോദിച്ചു, മോനെ എന്താണ് നിന്റെ ഹോസ്റ്റലിലെ വിശേഷങ്ങൾ? ആ മോൻ പറയാണ്, സുഖാണ് വാപ്പ, കുഴപ്പമൊന്നുമില്ല. ക്യാമ്പസിൽ എന്താണ്? കുഴപ്പമില്ല, നല്ല ക്ലാസ്സുകളൊക്കെ നടക്കുന്നുണ്ട്. ഹോസ്റ്റലിലൊക്കെ ഉഷാറന്നല്ലേ? 11 ആൾക്കാരിൻ്റെ ഹോസ്റ്റൽ എൻ്റെ മുറിയിലുണ്ട്, റൂമിലുണ്ട്. ആ 11 ആൾക്കാരും ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരാണ് എന്ന്. ഉമ്മാരും വാപ്പാരും ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മളെ മക്കളാണ് അത്തരത്തിലുള്ള റൂമിലുള്ളത് എങ്കിൽ ഫ്രണ്ട്സ് മുഴുവനും ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാർ. ആ വാപ്പ ഇങ്ങനെ ഒന്നിങ്ങനെ നീറി വല്ലാതെ ബേജാറായിട്ട് ഇങ്ങനെ അല്പം ഹിക്മത്തോടു കൂടെ തിരിച്ച് മോനോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്, മോനെ 11 ആളുകളും ലഹരി ഉപയോഗിക്കുന്ന ആളുകളായിട്ട് എൻ്റെ മോൻ എങ്ങനെയാണ് അതിലൊന്നും പെടാതെ രക്ഷപ്പെട്ട് നടക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ മോൻ പറഞ്ഞ മറുപടി ആകണം നമ്മുടെ മക്കളുടെ മറുപടി. ആ മോൻ പറഞ്ഞത്, വാപ്പ നിങ്ങൾ ബേജാറാവണ്ട, എൻ്റെ റൂമിലുള്ള ആളുകളൊക്കെ മദ്യപിച്ച് ലഹരി ഉപയോഗിച്ച് കണ്ണ് ചുവന്ന് അവരിങ്ങനെ വല്ലാത്ത ഒരു അവസ്ഥയിലാകുമ്പോഴും, നാക്ക് കൊഞ്ഞച്ച് അവരിങ്ങനെ വല്ലാതെ വേച്ച് നടക്കുമ്പോഴും, അവർ നാക്ക് കൊഞ്ഞച്ച് തെറി പറയുമ്പോഴും ഞാനിങ്ങനെ ആലോചിക്കും, പടച്ചോനെ, പണ്ട് CRE ക്ലാസ്സിൽ നിന്ന് വാപ്പഞ്ഞ CRE ക്ലാസ്സിൽ കൊണ്ടുപോയി ആക്കുന്നു. ആ രക്ഷിതാവിനോട് പറഞ്ഞതാ, നേരിട്ട് അദ്ദേഹം പറഞ്ഞതാ. CRE ക്ലാസ്സിലോ കൊണ്ടുപോയാകുമ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ ആ ക്ലാസ് എടുക്കുന്ന ആൾ ചില സംഭവങ്ങളും ആനുകാലികങ്ങളും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അതേപോലെ മദ്രസയിലെ ആ ക്ലാസ് കഴിയുമ്പോൾ ബെല്ലടിക്കണതിൻ്റെ തൊട്ട് മുന്നേ ചില സംഭവങ്ങളൊക്കെ പറഞ്ഞു തരും. ഖുതുബിയിലെ ചില സംഭവങ്ങളും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അതിങ്ങനെ മനസ്സിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഈ രംഗം ഞാൻ എൻ്റെ സുഹൃത്തുക്കളിൽ നിന്ന് കാണുമ്പോൾ വാപ്പാ എനിക്ക് അതാണ് ഓർമ്മ വരിക. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഫദക്കിർ ഫഇന്ന ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ. നീ ഉപദേശിക്ക, ഉത്ബോധനം നൽകുക, നിരന്തരമായ ഉത്ബോധനം. കേൾക്കാൻ താല്പര്യം ഉണ്ടാവൂല, അങ്ങനെയാണല്ലോ. നമ്മൾ തന്നെ മൊബൈൽ ഫോണിലെ ഒരു വോയിസ് എങ്ങനെ കേൾക്കുക? നോർമൽ വോയിസിൽ നമ്മൾ കേൾക്കൂലല്ലോ, 1.5 കേൾക്കുക, അല്ലെങ്കിൽ 2 കേൾക്കുക. കാരണം എന്താ? അതിങ്ങനെ കളകളകളേന്ന് പറയണ കേട്ട് അതിലോർക്ക് ക്യാച്ച് ചെയ്യും. ന്യൂ ജനറേഷൻ അങ്ങനെയാണ്. 5G കാലഘട്ടമാണ്. അവരുടെ ബുദ്ധിയും അവരുടെ കേൾവിയൊക്കെ ഭയങ്കര സ്പീഡാണ്. അതുകൊണ്ട് ഇങ്ങനെ സാവകാശം പറയുന്നത് ഇങ്ങനെ ആർക്കും ഇഷ്ടമല്ല. സ്പീഡിന്റെ കാലഘട്ടമാണ്. പക്ഷെ വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും നമുക്ക് പഠിപ്പിച്ചു തരുന്നത് നമ്മുടെ ജീവിതത്തിൽ സമാധാനം ലഭിക്കാൻ, സ്വസ്ഥത ലഭിക്കാൻ നിരന്തരമായി നമ്മൾ നന്നാവാൻ എന്ത് ചെയ്യണം? നിരന്തരമായി ഉപദേശങ്ങൾ നൽകുക, ഈ ബോധം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രിയപ്പെട്ട മക്കളെ, ഈ ലോകത്ത് ഒരുപാട് മക്കളുണ്ടായിട്ട് ഈ ചേരിയം പ്രദേശത്ത്
മുക്കിൽച്ചേരിയത്ത് ഒരുപാട് വിദ്യാർത്ഥികൾ ഉണ്ടായിട്ട് അതിൽ നിന്ന് CRE ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്ന ഈ വിദ്യാർത്ഥികൾ എന്ന നിലക്ക് അതൊരു നിസ്സാരമായിട്ട് നമ്മൾ കാണണ്ട. അല്ലാഹ് നമ്മളെ തെരഞ്ഞെടുത്തതാണ്. നമുക്ക് അള്ളാഹു നൽകിയ ഒരു അവസരമാണ്. ആഴ്ചയിൽ 1 മണിക്കൂർ റബ്ബിന്റെ ആയത്തുകൾ കേൾക്കാൻ, പ്രവാചകന്റെ ഹദീസുകൾ കേൾക്കാൻ അല്ലാഹ് നമ്മളെ സെലക്ട് ചെയ്തതാണ്. അത് പരലോകത്ത് നമുക്ക് ലഭിക്കും എന്നത് തീർച്ചയാണ്. നഷ്ടപ്പെടുത്തരുത്. മറ്റേത് ഭൗതികമായ കൗതുകങ്ങൾ ഉണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം മാറി നിന്ന് ആ ഒരു ദിവസം എനിക്ക് ആവശ്യമാണ്, അതെന്റെ പാരത്രിക വിജയത്തിന് എനിക്ക് നിദാനമാണ് എന്ന് മനസ്സിലാക്കി അത് നഷ്ടപ്പെടുത്താതിരിക്കണം. പ്രിയപ്പെട്ട ഉമ്മമാരെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, നമ്മുടെ മക്കളെ മറ്റേത് ഭൗതികമായ കാര്യങ്ങളും ആ ഒരു ദിവസത്തിൽ നിന്ന് മാറ്റിവെച്ചിട്ട് അത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക. അല്ലാഹ് നമുക്ക് നൽകിയ ഒരു കനിയാണത്. അത് നഷ്ടപ്പെടുത്തരുത്. കാരണം ഇസ്ലാമിക പണ്ഡിതന്മാർ പറയുന്നത് മക്കളെ വളർത്തുക എന്നത്, ഇസ്ലാമികമായി ധാർമ്മിക മൂല്യത്തോടുകൂടെ മക്കളെ വളർത്തുക എന്നത് അവരുടെ പ്രായത്തെ 3 ഘട്ടങ്ങളായി തരംതിരിച്ചിട്ടുണ്ട് എന്നാണ്. ഇമാം ഗസാലി പറയുന്നത് 3 ഏഴുകളാക്കി തരംതിരിച്ചിട്ടുണ്ട് എന്ന്. അതിൽ ജനിച്ചത് മുതൽ 7 വയസ്സ് വരെയുള്ള കാലഘട്ടം ഇമാം ഗസാലി പറഞ്ഞത് ലാഇബുഹും സബ്അ എന്നാണ്. കളിക്കേണ്ട പ്രായമാണ്. മക്കളോടൊപ്പം കളിക്കണമെന്ന്, കുട്ടികളോടൊപ്പം കളിക്കണം. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ പേരക്കുട്ടികളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ അവരുമായിട്ട് കളിക്കുമായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്ന് ഖുതുബ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്റെ പേരക്കുട്ടികൾ ഇങ്ങനെ വരുമ്പോ മിമ്പറിൽ നിന്ന് ഇറങ്ങിയിട്ട് റസൂലുള്ള ആ കുട്ടികളെ എടുക്കും. റസൂലുള്ള അങ്ങനെ നമസ്കരിക്കുന്ന സമയത്ത് ആ കുട്ടികൾ പ്രവാചകന്റെ തോളിൽ കയറിയിരിക്കും. സ്വഹാബത്ത് ചോദിക്കും, നിഅമൽ മർകബു യാ ഉലാം, എത്ര നല്ല വാഹനമാണ് മക്കളെ നിങ്ങളുടെ വാഹനം. റസൂലുള്ള സുജൂദ് അധികരിപ്പിക്കും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അവർക്ക് നമസ്കാരത്തിന്റെ പ്രാധാന്യം ഒന്നും അറിയില്ല. നമ്മളുള്ളയിടത്ത് നമ്മുടെ മക്കൾ ഉണ്ടാവണം എന്നാണ്. അപ്പൊ ചില ആൾക്കാരൊക്കെ പറയും കുട്ടികളെ പള്ളി കൊടുന്നാലോ അതിൽ ഇതിൽ ഓടിക്കളിച്ചിട്ട് നമ്മളെ കോൺസെൻട്രേഷൻ ഒക്കെ പോവുകയാണ്, നിസ്കാരം തെറ്റിയാണ്. കലാകാലം പിന്നെ ആ കുട്ടി നിസ്കരിച്ചാൻ പറ്റാത്ത കോലത്തിൽ ആ കുട്ടിനെ ആട്ടിക്കളയും ചില ആൾക്കാർ. കാലേക്കിന്നോ, ഒതുണ്ടാക്കിന്നോ, നെജീസായിന്നോ, എൻ്റെ അങ്ങനെയുള്ള നമ്മുടെ നാടൻ ഭാഷയിൽ പറയാം, നജസ് ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കാണ്. എന്നിട്ടോ കാലേക്കിട്ടില്ല, മേലാൽ ഓൻ പണ്ടാരോ പറഞ്ഞില്ല, ഇജെന്താ പള്ളിക്കരാത്ത്, എനിക്കെന്താ പഠിച്ചോനെ പേടില്ലേ? എനിക്ക് പഠിച്ചോനെ നല്ല പേടിയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പള്ളിക്കരാത്ത്. പള്ളി അള്ളാന്റെ വീടല്ലേ, അവിടെ പഠിച്ചോണ്ടാവും, അതുകൊണ്ട് ഞാൻ പള്ളിക്കില്ല. ആ കോലത്തില് നിസ്കാരം തന്നെ വെറുപ്പുള്ളൊരവസ്ഥയിൽ ആട്ടിക്കളയരുത്. കുട്ടികളോടൊപ്പം കളിക്കണം. നമ്മളൊന്ന് ഉമ്മമാരൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ആ 7 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ മക്കളോട് നമ്മൾ സ്നേഹത്തോടു കൂടെ പെരുമാറിയൊന്ന് ആലോചിച്ച് നോക്കി. അവരാ സമയത്ത് അടിക്കേണ്ട ആവശ്യമില്ല എന്നാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ചുട്ടിയത് ആ സമയത്തേക്ക്. കാരണം എന്താ, പ്രതികരിക്കൂല, നമ്മളെ കസ്റ്റഡിയിലാണ്. കുറച്ചും കൂടി വലുതായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഓലിങ്ങനെ നോട്ടം നോക്കും. ഇപ്പോഴത്തെ കുട്ടികളൊന്നും ഒന്നും ചെയ്യാൻ പറ്റൂല എന്നാ. അതുകൊണ്ട് ഓലിങ്ങനെ നോക്കി ഒന്നും കൂടി ഒരു കുറച്ച് പ്രായം ആയാലും ഒരു 10 വയസ്സ് 15 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ ഓലിങ്ങനെ ഒരു ഇറുമ്പലൊക്കെ ഉണ്ടാവും. എന്തെങ്കിലും പറഞ്ഞാൽ ചില പാത്രമൊക്കെ വലിച്ചൊരു വാതിലൊരു ഒറ്റ ഉറക്കൻ അടച്ചൊക്കെ ഒരൊറ്റ പോക്കടെ പോകും. ഇതൊന്നും ചെയ്യരുത് എന്ന്. ഇപ്പം ഇന്നലെ ഇങ്ങനെ പോകുന്ന സമയത്ത് ഞാനിങ്ങനെ നാദാപുരത്തുനിന്ന് ഇങ്ങനെ ഖുതുബ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരുപാട് യാത്ര, 4-4.5 മണിക്കൂർ യാത്ര ചെയ്തപ്പോൾ ഒരു സുഹൃത്തുണ്ടായിരുന്നു. അപ്പം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ചെറുപ്പത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥ പറഞ്ഞു. ഞാനിങ്ങനെ കുട്ടികളിങ്ങനെ വാതിലടച്ചിട്ട് പ്രതികരിക്കുന്ന ഒരവസ്ഥ. അപ്പം അദ്ദേഹം പറഞ്ഞു, എനിക്കുണ്ടായിരുന്നു പണ്ടാ പ്രശ്നം. ഞാനങ്ങനെ ഒരു ദിവസം വാതിലാണ് ഉറക്കനാണ് അടച്ചു പറഞ്ഞു, വാതിലാണ് കൊയിഞ്ഞാടി. പിന്നെ അതിൻ്റെ കയ്യിലാണ് ഇട്ടാൽ എന്ത് ചെയ്യും, മേത്തേക്ക് ചാടും. അവ ചുറ്റോറുള്ള ആൾക്കാരൊക്കെ എൻ്റെ ദേഷ്യം കണ്ടിട്ടും ഈ നിസ്സഹായത കണ്ടിട്ട് ഓലൊക്കെ നിന്ന് ചിക്കുക. എനിക്കാണെങ്കിലോ ദേഷ്യം പിടിച്ചിട്ട് കിട്ടണില്ല എന്ന്. ചില കുട്ടികൾക്ക് അങ്ങനെ ഭയങ്കര ദേഷ്യം. എന്നിട്ടോ വാതിൽ ഉറക്കനടക്കുക, പാത്രം വലിച്ചെറിയുക. ആ സമയത്ത് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരിക്കലും നമ്മുടെ മാതാപിതാക്കളെ, നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, എന്ത് വലാത്തകുല്ലഹുമാ ഉഫിൻ, നിങ്ങൾ മാതാപിതാക്കളോട് ഛേ എന്ന വാക്ക് പറയരുത്. അപ്പോൾ അത് മാത്രം പറയലില്ല, ഞാൻ ഛേന്നത് വരെ പറയണില്ല. പോയി പണി വെക്കാനൊക്കെ പറഞ്ഞിക്കണ്, ഉമ്മാനോട് ഛേന്ന് ഞാൻ പറയലില്ല. അതതിൻ്റെ അർത്ഥം അതല്ല. ഒന്ന് മുഖം കറുപ്പിക്കുന്ന, മുഖം ചുളിക്കുന്ന ഒരു വാക്ക് പോലും മാതാപിതാക്കളോട് പറയരുത് എന്നാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി.
നമ്മളെ ഉമ്മയും വാപ്പയും എന്ന് പറയുന്നത് അവർ നമുക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. ചില ആൾക്കാർക്ക് ആ വാപ്പാനെ ഒന്ന് സ്നേഹത്തോടെ, വാപ്പ എന്ത് മരുന്നാ കുടിക്കണതെന്ന് അറിയില്ല, ഉമ്മാക്ക് എന്തൊക്കെ അസുഖമാണുള്ളതെന്ന് അറിഞ്ഞൂടാ, ഉമ്മ എത്ര മണിക്ക് എണീക്കുന്നുണ്ടെന്ന് അറിഞ്ഞൂടാ. നമുക്ക് ചോറ് വേണം, കറി വേണം, അത് കൂട്ടാൻ നല്ലത് വേണം, അതേപോലെ തന്നെ നമുക്ക് പോകാനുള്ളിടത്തേക്ക് അനുവാദം കിട്ടണം, മൊബൈൽ ഫോൺ വേണം, അതിൽ റീചാർജ് വേണം, ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്. ഇതൊക്കെ നമ്മളോട് ഒന്നും ചോദിക്കാതെ തരുന്നുണ്ട്. അതാണ് മാതാപിതാക്കളെ കുറിച്ച് പറഞ്ഞത്. എന്തും സഹിക്കുന്ന മാതാപിതാക്കൾ സന്താന സംരക്ഷണത്തിൻ്റെ പേരിൽ സന്താനം നിലനിന്ന് കാണേണ്ടതിനായി സമ്പാദ്യമെല്ലാം ത്യജിക്കും മനുഷ്യൻ. തൻ്റെ മക്കളൊന്ന് പറക്കമുറ്റുന്നത് കാണാൻ വേണ്ടിയിട്ട് അവരുടെ ഓരോ ഘട്ടത്തിലും അവരുടെ വളർച്ചയിലും കൂടെ നിൽക്കുന്നവരാണ് മാതാപിതാക്കൾ. അവർ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിലും മക്കളെ അവരതാ ഊട്ടുകയാണ്, കഴിപ്പിക്കുകയാണ്. നമുക്കൊന്ന് നമ്മുടെ മുഖമൊന്ന് ചുളിയുന്നത് കണ്ടാൽ, നമുക്കൊന്ന് പ്രയാസമുണ്ടാകുന്നത് കണ്ടാൽ മനസ്സിൽ വല്ലാത്ത കനലാണ്, വേദനയാണ്. അവരോട് നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞാൽ, പ്രിയമുള്ള മക്കളെ, ആ ഉമ്മയും ബാപ്പയും അത് നേടിത്തരാൻ വേണ്ടി വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് അള്ളാന്റെ പ്രവാചകൻ കൃത്യമായി പഠിപ്പിച്ചത്, ആ മാതാപിതാക്കളുടെ മാതാവിന്റെ കാലിന്റെ അടിയിലാണ് സ്വർഗമെന്ന്. ആ മാതാവെങ്ങാനും ഈ ദുനിയാവിൽ നമുക്കെതിരെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ, ആ മാതാവെങ്ങാനും നമ്മുടെ കാരണത്താൽ ഈ ദുനിയാവിൽ ഒരിറ്റ് കണ്ണുനീർ വാർത്ത് കഴിഞ്ഞാൽ, അതെ, ആ കണ്ണുനീർ തുള്ളികൾ അള്ളാഹുവിന്റെ കോപത്തിന്റെ ഒരു തുള്ളിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഒരു പ്രവർത്തനം കാരണമായി മാതാവെങ്ങാനും ഉമ്മയോ ബാപ്പയോ ഈ ദുനിയാവിലൊന്ന് കരഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഒരു വാക്കുകൊണ്ട്, നമ്മുടെ ഒരു പ്രവൃത്തി കൊണ്ട്, നമ്മുടെ ഒരു നോട്ടം കൊണ്ട്, നമ്മുടെ ഒരു പെരുമാറ്റം കൊണ്ട് നമ്മുടെ ഉമ്മയോ ബാപ്പയോ കരഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട മക്കളെ, അവര് ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ ചേർത്ത് പിടിച്ച് മാപ്പ് പറയണം അവരോട്. ആത്മാർത്ഥമായിട്ട് ഉമ്മയെ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മയോടൊന്ന് സമാധാനത്തോടുകൂടെ ഉമ്മയെ ഒന്ന് തലോടിയിട്ട് ആ ഉമ്മയോട് പറയണം, ഉമ്മ, ഞാൻ നിങ്ങളോട് എന്തെങ്കിലും അപരാധം ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പ് തരണം ഉമ്മ. മരണാനന്തര ജീവിതത്തിൽ എനിക്ക് നരകം ലഭിക്കാൻ അത് തന്നെ കാരണമാണ്. ആ ഉമ്മയെയും ബാപ്പയെയും ചേർത്ത് വെക്കാൻ സാധിക്കണം. പ്രിയപ്പെട്ട മക്കളെ, 5 നേരത്തെ നമസ്കാരത്തിന് ശേഷവും റബ്ബിങ്കലേക്ക് നമ്മുടെ കരങ്ങൾ ഉയരുമ്പോ ആ മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണ്ടേ? റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. ചെറുപ്പത്തിൽ എന്നെ പോറ്റി വളർത്തിയ ഈ മാതാപിതാക്കളോട് നീ കരുണ ചെയ്യണേ എന്ന് എപ്പോഴെങ്കിലും നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, പ്രിയപ്പെട്ട എൻ്റെ അനുജന്മാരോട് ആത്മാർത്ഥമായി ചോദിക്കട്ടെ, നമ്മൾ എപ്പോഴെങ്കിലും ഈ രൂപത്തിൽ ഒരു പ്രാർത്ഥന മനസ്സറിഞ്ഞുകൊണ്ട് ഉമ്മാക്കും ബാപ്പാക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? CRE ക്ലാസ്സുകളിലേക്ക് ഓരോ ഞായറാഴ്ചയും നമുക്ക് പ്രേരണയായി, പിന്തുണയായി, പ്രാർത്ഥനയായി നമ്മെ ഇങ്ങനെ ആ ക്ലാസ്സിലേക്ക് അയക്കുമ്പോ മനസ്സിൽ ഒരുപാട് പിറുപിറുത്ത് ഇഷ്ടമില്ലാതെ നമ്മൾ ആ ക്ലാസ്സുകളിലേക്ക് നടന്നെടുക്കുമ്പോഴും ആ ഉമ്മയും ബാപ്പയും നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, ഈ മക്കൾ എനിക്ക് പരലോകത്ത് ഉപകരിക്കുന്നവരാകണം, അവർ എനിക്ക് പരലോകത്ത് ആ മക്കളെ എനിക്ക് തിരിച്ചു കിട്ടണം. അതിനു വേണ്ടിയാണ് ആ മക്കളെ ആ രൂപത്തിൽ മാതാപിതാക്കൾ പറഞ്ഞയക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അത് നമ്മൾ തിരിച്ചറിയണം. അവർക്ക് തിരിച്ചു നൽകേണ്ടത് ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ്. ഒരുപക്ഷേ നമ്മളിങ്ങനെ വലിയ രൂപത്തിൽ വളർന്ന് വലുതായി ഉന്നതങ്ങളിൽ വിഹരിക്കുമ്പോ, അതെ, നമ്മളിങ്ങനെ വലിയവരായി നമ്മൾ ഇഷ്ടപ്പെട്ട ജോലികൾ നേടി 5 അക്ക ശമ്പളവും 6 അക്ക ശമ്പളവും നേടി ഒരുപാട് ഉന്നതങ്ങളിൽ സോപാനങ്ങളിൽ വിഹരിക്കുമ്പോ അതനുഭവിക്കാൻ ഒരുപക്ഷേ ആ മാതാപിതാക്കൾ ജീവിച്ചിരിക്കണം എന്നില്ല. അവരുടെ കബറിടങ്ങളിലേക്ക് പോയിട്ട് എൻ്റെ ഉമ്മ ഞാൻ ഇങ്ങനെയാകാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്,
ഞാൻ ഈ രൂപത്തിൽ പഠിച്ച് വളരാൻ, എനിക്ക് ഈ രൂപത്തിൽ ഒരു ജോലി ലഭിക്കാൻ, ഞാൻ പട്ടിണിയില്ലാതെ ജീവിക്കാൻ എൻ്റെ ഉമ്മ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ട്. എൻ്റെ വാപ്പ ഇതാ ഈ സമയത്തും ഒരു പക്ഷേ ഈ ഇരിക്കുന്ന മക്കളുടെ പല ആളുകളുടെയും ബാപ്പമാരതാ ആ മറ്റു രാജ്യങ്ങളിൽ പോയിക്കൊണ്ട്, വിദേശ രാജ്യങ്ങളിൽ പോയിക്കൊണ്ട് രാപ്പകലുകൾ അധ്വാനിക്കുന്നവരുണ്ട്. അവരുടെ അധ്വാനത്തിന്റെ ഫലമാണ് നമ്മൾ ധരിച്ചത്, ഇന്നും നമ്മൾ കഴിച്ചത്, നമ്മൾ അന്തി ഉറങ്ങിയത്, നമ്മൾ ധരിച്ചത്, അതൊക്കെ അവരുടെ അധ്വാനത്തിന്റെ ഫലമാണ്. ഇതൊക്കെ നമ്മുടെ മനോമുഖരത്തിലൂടെ ഇങ്ങനെ വരുമ്പോ മനസ്സറിഞ്ഞുകൊണ്ട് ആ ഉമ്മാക്കും വാപ്പാക്കും വേണ്ടിയിട്ട് റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ, അവർ മരണപ്പെട്ടാലും പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട മക്കളെ, ഈ പ്രാർത്ഥന നമ്മൾ ഒഴിവാക്കരുത്. നമ്മളിങ്ങനെ നമസ്കാര ശേഷം നമ്മളിങ്ങനെ കൈകൾ ഉയർത്തി റബ്ബിലേക്ക് കരങ്ങൾ ഉയർത്തുമ്പോ നമ്മുടെ മനസ്സിലൂടെ ഓടിയെത്തേണ്ട പ്രാർത്ഥനയാണിത്. മനസ്സിലേക്ക് ആദ്യം എത്തേണ്ട ലിസ്റ്റുകളിൽ ഉള്ളവരാണിവർ. പക്ഷെ വിരലുണ്ടോന്ന് ആലോചിച്ച് നോക്കി. ഈ മക്കൾ നമ്മൾ പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഇവരെ ഈ CRE ക്ലാസ്സിലേക്ക് നമ്മൾ പറഞ്ഞയക്കുമ്പോൾ പടച്ചോന്റെ മുന്നിൽ നമുക്ക് പറഞ്ഞു നിൽക്കാം, പടച്ചോനെ ഞാൻ അതിൽ പറഞ്ഞയച്ചിട്ടുണ്ട്. പ്രേരണ നൽകണം, പിന്തുണ നൽകണം. ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും വേണം. മക്കൾ തിരിച്ചും പ്രാർത്ഥിക്കണം. ഇതാണ് സഹോദരങ്ങളെ നമുക്ക് ആത്മാർത്ഥമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ സൂചിപ്പിച്ചത് ഇമാം ഗസാലി പറഞ്ഞ 3 ഘട്ടങ്ങളിൽ ഒരു ഘട്ടം 7 വയസ്സ് വരെയുള്ള കാലഘട്ടം. ആ കാലഘട്ടത്തിൽ നമ്മളിൽ നിന്ന് കാണേണ്ടതേ കാണാവൂ എന്നാണ്. നമ്മൾ കുടുംബങ്ങളിൽ കൃത്യമായിട്ട് ദീൻ ഉണ്ടാവണം എന്നാണ്. ഈ ദീന് കുടുംബങ്ങളിൽ ഉണ്ടാവണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ റോൾ മോഡലായി ജീവിച്ച് കാണിച്ചു കൊടുക്കുന്ന വേണം. ഇന്ന് നോക്കൂ നിങ്ങൾ, റീൽസുകളും ഷോർട്സുകളും കണ്ട് കാലം കഴിക്കുന്ന, നേരം കളിക്കുന്ന ഒരു പ്രത്യേകമായ അവസ്ഥയാണ് നമ്മുടെ കുടുംബങ്ങളിലുള്ളത്. എല്ലാവരും ഇതിന്റെ പിന്നാലെയാണ്. രാത്രി 12 മണിക്കും 1 മണിക്കും ഓൺലൈനിൽ സജീവമാകുന്ന എത്രയോ ഉമ്മമാർ. ഞാൻ കുറ്റപ്പെടുത്താനോ ആക്ഷേപിക്കാനല്ല, നമ്മൾ ആലോചിക്കണ്ടേ. നമ്മളെ മക്കളെ കൃത്യമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. ആ മക്കൾക്ക് നമ്മളിൽ നിന്ന് കാണേണ്ടതേ കാണാവൂ. 7 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കാലഘട്ടത്തെ കുറിച്ച് ഇമാം ഗസാലി പറഞ്ഞത് അതാണ്. അദ്ദിബുഹും സബ്ആ, നിങ്ങൾ അവർക്ക് അദബ് പഠിപ്പിച്ചു കൊടുക്കണം, നന്മയും തിന്മയും പഠിപ്പിച്ചു കൊടുക്കണം. സുബ്ഹിന്റെ മുന്നേ എണീക്കണ എത്ര കുടുംബങ്ങളുണ്ടെന്ന് ആലോചിച്ച് നോക്കാണ്. ഈ CRE ക്ലാസ്സുകളിൽ പഠിക്കുന്ന മക്കൾ സുബ്ഹ് ജമാഅത്തിന് വരുന്ന എത്ര ആൾക്കാരുണ്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. 5:30 5:25 സുബഹി നിസ്കാരം പള്ളിക്കുള്ളത്. നമുക്ക് ഉറക്കം തീരൂല. അദബ് പഠിപ്പിക്കേണ്ടത് ആ പ്രായത്തിലാണ്. അദബ് പഠിപ്പിക്കണം. നമ്മൾ അദബ് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ പ്രിയപ്പെട്ടവരെ? അത് മദ്രസയിലെ ഉസ്താദിന്റെ പണി മാത്രമല്ലല്ലോ. CRE ക്ലാസ്സിലെ ആ അധ്യാപകന്റെ പണി മാത്രമല്ല, അതിന്റെ ഒരു പ്രാക്ടിക്കൽ വശം എന്നത് നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാവണം. അതുകൊണ്ടാണല്ലോ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഒരു ഉമ്മയും ബാപ്പയും മക്കൾക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് അഫ്ളലു മിൻ അദബിൽ ഹസൻ, ഏറ്റവും നല്ല സംസ്കാരം പഠിപ്പിക്കലാണ്. നമ്മൾ എന്ത് സംസ്കാരം പഠിപ്പിച്ചതെന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ മാതാപിതാക്കൾ എന്ന നിലക്ക് മക്കൾക്ക് നൽകേണ്ട ഏറ്റവും നല്ല സംസ്കാരമുണ്ട്. 5 നേരത്തെ നമസ്കാരം ശീലിപ്പിക്കേണ്ടത് മാതാപിതാക്കളുടെ കടമയാണ്. അപ്പോൾ വാപ്പ സുബൈക്ക് പെരിയിലുള്ള ആളാണെങ്കിൽ വിളിച്ചുണർത്തിയിട്ട് വാപ്പ എന്ത് ചെയ്യണം? പള്ളിക്ക് കൊണ്ടുപോകണം. ഇല്ലെങ്കിൽ ആ കുട്ടികൾ നമുക്ക് എതിരാകുന്നു. CRE ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ മദ്രസകളിൽ പഠിക്കുന്ന മക്കളെ സംബന്ധിച്ചിടത്തോളം, അവർ ഈ പ്രേരണ ഒന്നുമില്ലാതെ തന്നെ ഇത്തരം ക്ലാസ്സുകളുടെ പ്രേരണ കൊണ്ട് തന്നെ പള്ളിക്ക് പോകണം. ആ കുടുംബത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ആ വിദ്യാർത്ഥികൾക്ക് സാധിക്കും. മാതാപിതാക്കൾ എണീക്കണം പ്രിയപ്പെട്ടവരെ. ആ സമയത്ത് സുബഹിന്റെ മുന്നൊരു അരമണിക്കൂർ മുമ്പെങ്കിലും എണീറ്റിട്ട് ഒരു 3 റക്അത്തെങ്കിലും നമസ്കരിക്കുന്ന ഒരു ശീലം, ആ ഒരു അദബ്, ഒരു മര്യാദ, ഒരു സംസ്കാരം അത് നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാവണ്ടേ? പലപ്പോഴും ഉണ്ടാവാറില്ല എന്നതാണ്. രാവിലെ ഇപ്പോൾ കുട്ടികളോടൊക്കെ ഞാനിങ്ങനെ പലപ്പോഴും മദ്രസ ക്ലാസ് എന്നൊക്കെ ചോദിക്കും, എപ്പോഴാണ് എണീക്കൽ ചോദിക്കുമ്പോൾ പല കുട്ടികളും, ചെറിയ കുട്ടികളാകുമ്പോൾ സത്യം പറയും. അവരിങ്ങനെ പല സമയം പറയും. ഒരു കുട്ടി പറഞ്ഞു, സാറേ ഞാൻ രാവിലെ 5 മണിക്ക് എണീക്കുന്നു. 5 മണിക്ക് എണീക്കുന്ന കുട്ടികളുണ്ട്, 4 മണിക്ക് എണീക്കുന്ന കുട്ടികളുണ്ട് എന്നൊക്കെ പറയും. പക്ഷെ ചിലപ്പോൾ എണീറ്റിട്ട് മൂത്രയിച്ച് പിന്നെയും കടന്നുറങ്ങാണ്. സുബഹി നിസ്കാരമല്ല, ഉമ്മ നീക്കണ തന്നെ 7 മണിക്കും 8 മണിക്കുമാണ്.
അത് ഞായറാഴ്ച ആണെങ്കിൽ പറയും വേണ്ട, മദ്രസ ഇല്ലാത്ത അന്ന്, സ്കൂളില്ലാത്ത അന്ന് വൈകി എണീക്കുക. അന്ന് സുബൈക്ക് ഒഴിവുണ്ട് പ്രിയപ്പെട്ടവരെ? ഇല്ലല്ലോ. നമ്മൾ കൃത്യമായിട്ട് അദബ് പഠിപ്പിക്കുക, സംസ്കാരം പഠിപ്പിക്കുക എന്നുള്ള 7 വയസ്സ് മുതൽ 14 വയസ്സ് വരെ സംസ്കാരം പഠിപ്പിക്കണം. ഇത് പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ ആ മക്കളെ തിരിച്ചു കിട്ടില്ല, അവർ നമുക്ക് എതിരായി തീരും. ആത്മാർത്ഥമായിട്ട് ഉമ്മമാരും ഉപ്പമാരും ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മളെ മക്കൾ നമ്മളിൽ നിന്ന് എന്ത് സംസ്കാരക്കാരൻ കണ്ടുപഠിച്ചിട്ടുണ്ടാകുക. കളവ് പറയാ എന്ന സംസ്കാരം, കക്കുക എന്നുള്ള സംസ്കാരം, അതൊക്കെ ചിലപ്പോ മാതാപിതാക്കളിൽ നിന്ന് കണ്ടു പഠിക്കുന്ന. പണ്ടാരോ തമാശയായിട്ട് പറയലുണ്ട്, ഭർത്താവ് തീരെ പൈസ കൊടുക്കൂല, അപ്പൊ മകനോട് പറയും, മോനെ ഇജ് അന്ന് അണ്ടി ഇറക്കണ കാലൊക്കെയാണ് അത്ര, അത് പെറുക്കിയിട്ട് ഇത് കൊണ്ടുപോയിട്ട് വാപ്പ കാണാതെ ഇതിലെ പോയിങ്ങാണ്ട് അതിലെ വിറ്റിട്ട പൈസ. അപ്പൊ എന്ത് ചെയ്തു, എങ്ങനെ കക്കേണ്ടത് എന്ന് മനസ്സിലായി. എന്നിട്ട് എയിലാണ് ആ കട്ട അണ്ടി ഏറ്റ് പീടിക്ക് പോകേണ്ടത് എന്ന് മനസ്സിലായി. ഇതാരെ പഠിപ്പിച്ച്? ഉമ്മ. നമ്മൾ അങ്ങനൊക്കെ ചില കാര്യം, അതല്ല നമ്മൾ പഠിപ്പിക്കേണ്ടത്. നിങ്ങൾ അറിയില്ലേ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കഥ? പാലില് വെള്ളം ചേർക്കാൻ പറഞ്ഞപ്പോ അള്ള കാണുന്നു പറഞ്ഞത്, എന്നിട്ട് മകന് പെണ്ണന്വേഷിച്ചത് ആരെ? ആ ഒരു പാൽക്കാരി പെണ്ണിനെ. ഞാൻ സൂചിപ്പിക്കുന്നത് അതാണൊരു അദൃശ്യമായ രൂപത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു സംസ്കാരം. അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കണം. ജനലും വാതിലൊക്കെ അടച്ചാലും പടച്ചോൻ കാണുന്നുള്ളൊരു ബോധം ഉണ്ടാവണം. മൊബൈൽ ഫോൺ എത്ര പാസ്വേഡ് ഇട്ട് പൂട്ടിയാലും എത്ര ഫിംഗർ വെച്ചാലും നമ്മുടെ ആ ഒരു സ്ക്രീനിലുള്ളതും അതിലുള്ളതൊക്കെ പടച്ചോൻ കാണുന്നുണ്ട് എന്നുള്ളൊരു ബോധം ഉണ്ടാവണം. ചില ആൾക്കാരെ വിചാരം പാസ്വേഡ് ഇട്ട് പൂട്ടിയാൽ, ഇപ്പോൾ യൂട്യൂബിൽ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് ക്ലിയർ ചാറ്റ് അടിക്കുക, അല്ലെങ്കിൽ എന്ത് പറയുക, നമ്മൾ ഈ പിന്നെ അതൊക്കെ അങ്ങോട്ട് കംപ്ലീറ്റ് അങ്ങോട്ട് നമ്മളെ മെമ്മറിയിൽ നിന്നൊക്കെ അങ്ങോട്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഹിസ്റ്ററി ഒക്കെ റിമൂവ് ചെയ്ത് പിന്നെ കിട്ടൂല എന്നാണ്. ഈ കുട്ടിയൊക്കെ അറിയാം അതെങ്ങനെ എടുക്കുക. ഉമ്മ എന്തൊക്കെ കണ്ടിക്കണെന്ന് ഓൽക്കറിയാം, ഉമ്മ ആരോടൊക്കെയാണ് ചാറ്റ് ചെയ്യണത്, അങ്ങനെയൊക്കെ അറിയാം. എന്താണ് ഉമ്മാൻ്റെ സ്റ്റാറ്റസ്? ഇപ്പോൾ ഓരോരുത്തരുടെ സ്റ്റാറ്റസ് കണ്ടാൽ കുട്ടിയൊക്കെ അറിയാം. ഞാനത് പച്ചക്ക് പറയണത് എന്തിനാ അറിയാം? നിങ്ങൾ പറയാതിരുന്നിട്ടൊന്നും കാര്യമല്ല. നമ്മളിങ്ങനെ വെറുതെ സ്ഥിരിട്ടുങ്ങാണ്ട് ഇങ്ങനെ വെറുതെ ഒരു പുറംപൂച്ചായി പറഞ്ഞിട്ട് കാര്യമല്ല. കൃത്യമായിട്ട് നമ്മുടെ കുടുംബങ്ങളിൽ അധാർമികത വിളയാടിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരായിട്ട് ഒരു നന്മ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ തന്നെ ഒരുങ്ങണം, വേറെ ആരും ഏൽപ്പിച്ചിട്ട് കാര്യമല്ല. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഈ ഇസ്ലാമികമായ സംസ്കാരങ്ങളൊക്കെ നമ്മൾ ജീവിച്ച് കാണിച്ച് ഇങ്ങനെ കൊടുക്കണം. ഏറ്റവും ചുരുങ്ങിയൊരു സംസ്കാരം നിങ്ങൾ ആലോചിച്ച് നോക്കി, വീട്ടിൽ കയറി ചെല്ലുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയുന്ന എത്ര ആൾക്കാരുണ്ടാവും? മക്കളോട് സലാം പറയുക, ഭർത്താവിനോട് സലാം പറയുക, ഇങ്ങനൊരു സംസ്കാരം. ഒരു ഫാമിലി മീറ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. നമ്മൾ ആ ഒരു സംസ്കാരം നമ്മൾ ഉണ്ടാക്കിയെടുക്കണ്ടേ? അസ്സലാമു അലൈക്കും എന്നുള്ളത് പല ആൾക്കാരും പറയില്ല. അതൊരു നല്ല സംസ്കാരമാണ്. സുബൈക്ക് എണീക്കുക, ഒരു പിന്നെ സുബൈ ബാങ്ക് കൊടുക്കണതിൻ്റെ മുന്നേ 1/2 മണിക്കൂർ മുന്നേ എണീക്കുക, കുടുംബസമേതം എണീക്കുക, മക്കളെ ഉണർത്തുക, ഭർത്താവ് ഉണരുക, ഒരു 3 റക്അത്തെങ്കിലും ജമാഅത്തായിട്ട് ഇങ്ങനെ നിസ്കരിക്കുക, ആ സമയത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കുക. എൻസുലു റബ്ബനാ തബാറക വ തആല, അല്ലാഹു തആല ഏറ്റവും അടുത്ത ആകാശത്തേക്ക് ഇറങ്ങി വരുന്നു. മയ്യദഊനി, ആരുണ്ടെന്നോട് ചോദിക്കാൻ, അസ്തജിബ് ലക്കും, ഞാൻ അവന് ഉത്തരം നൽകാമെന്ന് പറയുന്ന സമയം. നല്ല മഴക്കാരൻ, ചിലപ്പോ തണുപ്പൊക്കെ ഇങ്ങനെ കൊതുവിൻ്റെ ഒക്കെ ആ ഒരു ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ശാന്തമായിട്ട് ഉറങ്ങാൻ പറ്റുന്ന ഒരു സമയം. അസ്സലാത്തു ഖൈറും മിനൻ നൗം ഇങ്ങനെ കേൾക്കുന്നുണ്ടാകും, എന്നാലും നീച്ചാൻ തോന്നൂല. ഇബ്ലീസ് ഇടപെടുന്ന ഒരു സമയം. അവിടെ ഇങ്ങോട്ട് എണീക്കണം, അവരുടെ പാർശ്വങ്ങൾ ഉയരണം, മക്കളെ വിളിച്ചുണർത്തണം, എന്നിട്ട് രാവിലെ ഖുർആനോദണം. എത്ര വീട്ടിൽ ഖുർആനോദന ശീലമുണ്ടെന്ന് ആലോചിച്ച് നോക്കി. പല ആൾക്കാരും മുസാഹിഫ് എടുത്ത് ഇങ്ങനെ ഇരിക്കും, മുഖത്തേക്ക് ഇങ്ങനെ നോക്കും, അല്ലെങ്കിൽ മുസാഹിഫ് ഇങ്ങനെ നോക്കും. ഉറക്കനെ ഓതൂല. അത് ഞാൻ ഓതിയാൽ കുട്ടിയെ തെറ്റിഞ്ഞിപ്പോൾ ആരും അറിയേണ്ടത്. ഉറക്ക ഓതണം, ഉമ്മ ഉറക്കനോദണം, വാപ്പ ഉറക്ക ഓതണ, ഓതണത് മക്കൾ കേൾക്കണം, എന്നാലേ ഓത്തുണ്ടാവുള്ളൂ. പണ്ടൊക്കെ മഗ്‌രിബിക്ക് ശേഷം ഓത്തുണ്ടായിരുന്നു, വീടുകളിൽ ഓത്തുണ്ടായിരുന്നു, സുബ്ഹിന് ശേഷം ഓത്തുണ്ടായിരുന്നു. ഇന്ന് കുട്ടി ഓതണില്ല എന്നുള്ളത് ഉസ്താദിനോട് പരാതി പറഞ്ഞിട്ട് കാര്യമല്ല, നമ്മളെ വീട്ടിൽ ഓതണില്ല. ആ മുസ്ഹഫ് എടുത്ത് ഓതാൻ പ്രേരണ നൽകുക കൽപ്പന മാത്രല്ല, അതാണ് 7 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ അവർക്ക് അദബ് പഠിപ്പിക്കുക എന്നത്. അതിങ്ങനെ അദബുൻ എന്നിങ്ങനെ ആ ഫത്ഹിട്ടാല് ആന്നും ദാലിട്ട് അത് അങ്ങനെ അക്ഷരം പഠിപ്പിക്കാനല്ല. ആ അക്ഷരം പഠിപ്പിച്ച അദബ് എന്നത് ജീവിച്ച് കാണിച്ചു കൊടുക്കാൻ, റോൾ മോഡലായിട്ട് കാണിച്ചു കൊടുക്കാനാണ്. സാധിക്കോ? നമുക്ക് കുറച്ചൊരു ത്യാഗം സഹിക്കേണ്ടി വരും.
അപ്പോൾ പറയും ഇങ്ങനെ, നിങ്ങൾക്ക് ഇങ്ങനെ ആണുങ്ങൾക്ക് നല്ല സുഖമാണ്, പെണ്ണുങ്ങൾക്ക് ഇപ്പോൾ ഇതൊക്കെ. ഒരു പെണ്ണെന്നെയാണ് കുടുംബത്തിൽ ഈ രൂപത്തിലുള്ള സംസ്കാരം ഉണ്ടാക്കിയെടുക്കേണ്ടത്. ആണിൻ്റെ ഉത്തരവാദിത്തം കൃത്യമായി കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുക എന്നുള്ളത് തന്നെയാണ്. ഒരു പെണ്ണ്, അതുകൊണ്ടാണ് 3 വട്ടം റസൂലുള്ള പറഞ്ഞത്, ആരോടാ കടമ? ഉമ്മാനോട്, പിന്നെ ഉമ്മാനോട്, പിന്നെ ഉമ്മാനോട്, പിന്നെ ബാപ്പാനോട്. ബാപ്പ എത്ര നല്ല ആളായിട്ടും കാര്യം ഉണ്ടാവൂല. ഉമ്മ റീൽസും ഷോർട്സും കണ്ട് ഇങ്ങനെ കുത്തിരക്ക, നിസ്കരിച്ചില്ല, ഖുർആനും ഓതുമില്ല, എങ്ങനെ യൂട്യൂബ് വെക്കുക, കൂട്ടാണ്ടാക്കുക, കേക്ക് ഉണ്ടാക്കുക, ഐസ്ക്രീം തിന്നുക, ഇതിങ്ങനെ തിന്നുക, പിന്നെ ഹാങ്ങിങ് ബോട്ടിൽ വെക്കുക, ചെടി ഉണ്ടാക്കുക, മറ്റേ ഉണ്ടാക്കുക, മറിച്ച് ഇതും വെച്ച് ഇങ്ങനെ തുന്നിക്കൂട്ടി ഇങ്ങനെ കുത്തിരക്കുക. ഒരു ഖുർആനും ഇല്ല, മുസാഫും ഇല്ല, ഒന്നുമില്ല. എന്നിട്ടോ ആ കൂട്ടാനും ഇതും മാത്രം. എന്നിട്ട് അവിടേക്ക് വിളിച്ചാണ്, ഞങ്ങൾക്ക് എന്താ കൂട്ടാൻ? അവിടെ അങ്ങനെ, അത് ഉഷാറാണ്. ഇത് മാത്രമല്ല, ഇതൊക്കെ ഉണ്ടായിക്കോട്ടെ, വേണ്ടെന്നല്ല, അതിനേക്കാൾ കൂടുതൽ ഇത് വേണമെന്ന്. ഖുർആനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന വീടുകളുണ്ടോ? ഇപ്പൊ വെളിച്ചം പദ്ധതി ഉണ്ട്, QHLS ക്ലാസ്സുകളുണ്ട്, അതിന്റെ ആയത്തുകളെ കുറിച്ച് കുടുംബങ്ങളിൽ ചർച്ച ഉണ്ടാവണം. CRE ക്ലാസ്സുകൾ ഇന്ന് എന്തെടുത്തത്? ആ ചർച്ച ഉണ്ടാവണ്ടേ? ഈ അദബുകൾ, ഈ സംസ്കാരം നമ്മുടെ മക്കളിൽ ഉണ്ടാവണം. അതുണ്ടാവാൻ എന്ത് ചെയ്യണം? നമ്മൾ മുന്നിട്ടിറങ്ങണം. എന്നാലേ മക്കളെ തിരിച്ചിട്ടുള്ളൂ. ഇല്ലെങ്കിലോ പരലോകത്ത് നമുക്കെതിരാകുമെന്നാണ്. വയാ തുറന്നും ബാപ്പാക്കെതിരിൽ ന്യായം പറഞ്ഞിടും അല്ലാന്റെ മുമ്പിൽ. അല്ലാഹുവേ നിന്റെ ദീനിന്റെ പേരും പറഞ്ഞ് നടന്ന ഈ മാതാപിതാക്കൾ പരിപൂർണ ദീനിന്റെ കാര്യങ്ങളൊന്നും അറിയിച്ച് തന്നില്ല വേണ്ടും വിധത്തിൽ. റബ്ബേ, എൻ്റെ ഉമ്മയും ബാപ്പയും മതത്തിന്റെ പേര് പറഞ്ഞ് നടന്നവരാണ്. അവരെങ്ങനെ ദീനിന്റെ പേര് പറഞ്ഞ് നടന്നപ്പോഴും, മുസ്ലിങ്ങളുടെ പേരിട്ട് നടന്നപ്പോഴും അവരിൽ നിന്ന് ഒരു നന്മയും ഞങ്ങൾ ഇന്നേ വരെ കണ്ടുപഠിച്ചിട്ടില്ല. പ്രിയപ്പെട്ട ഉമ്മമാരെ, ഉപ്പമാരെ, ആത്മാർത്ഥമായിട്ടൊന്ന് ആലോചിച്ചു നോക്കൂ. നാളെ പാരത്രിക ലോകത്ത് വെച്ച് റബ്ബിന്റെ കോടതിയിൽ വെച്ച് റബ്ബിനോട് പരാതി പറയുന്ന ഒരു രംഗം. റബ്ബേ, എൻ്റെ ഉമ്മ ഇന്നേ വരെ ഒരു പേജ് ഖുർആൻ പാരായണം ചെയ്യുന്നത് ഞാൻ ഇന്നേ വരെ എൻ്റെ കാതുകൊണ്ട് കേട്ടിട്ടില്ല എന്ന് ഏതെങ്കിലും ഒരു ഉമ്മാനെ പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ട് ഒരു മകനോ മകളോ റബ്ബിന്റെ കോടതിയിൽ പരാതി പറഞ്ഞാൽ നമുക്കെന്ത് മറുപടി പറയാനുണ്ട്? റബ്ബേ, എൻ്റെ വാപ്പ ഇന്നേ വരെ ഒരു ജമാഅത്ത് നമസ്കാരത്തിന് എന്നെ വിളിച്ചുണർത്തിക്കൊണ്ടുപോയ ഓർമ്മ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് ഏതെങ്കിലും ഒരു ബാപ്പാനെ പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ട് ഒരു മകനെങ്ങാനും റബ്ബിനോട് പരാതി പറഞ്ഞാൽ നമുക്കെന്ത് മറുപടി പറയാനുണ്ട്? പ്രിയപ്പെട്ടവരെ, നമ്മൾ ആത്മാർത്ഥമായിട്ടൊന്ന് ആലോചിച്ചു നോക്കൂ. ആ മക്കൾ ഇങ്ങനെ പാരത്രിക ലോകത്ത് നരകത്തിലേക്ക് ആപതിക്കുന്ന നേരത്ത് അവരും റബ്ബിനോട് പറയുമത്രേ, നജഅൽഹുമാ തഹ്ത അഖ്ദാമിനാ. റബ്ബേ, ഞങ്ങൾ നരകത്തിൽ ആപതിക്കാൻ കാരണക്കാരായിട്ടുള്ള ഞങ്ങളുടെ മാതാപിതാക്കളടക്കമുള്ള ഈ ആളുകളെ ഞങ്ങൾക്ക് ഈ നരകത്തിൽ ഒന്ന് കാണിച്ചുകൊണ്ട് അവരെ നരകത്തിന്റെ അടിത്തട്ടിലേക്ക് ഞങ്ങളൊന്ന് ചവിട്ടി താഴ്ത്തട്ടെ എന്ന് മാതാപിതാക്കളെ പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ട് നമ്മൾ നരകത്തിൽ പോകാൻ കാരണക്കാരായ മുഴുവൻ സുഹൃത്തുക്കളെയും, അതേ അവരെ എല്ലാവരെയും പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ട് റബ്ബിന്റെ കോടതിയിൽ പരാതി പറഞ്ഞാൽ നമുക്കെന്ത് മറുപടി പറയാനുണ്ട്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവിടുന്ന് അങ്ങോട്ട് നമുക്ക് സമയം ലഭിക്കുകയില്ല. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അതാ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. വിശുദ്ധ ഖുർആൻ അതാ നമ്മളോട് ചോദിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഹദീദിലെ 16-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല ചോദിക്കുന്നത്, അലം യഅനിലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ് വമാ നസല മിനൽ ഹഖ് വലാ യകൂനൂ കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബൽ. അതേ വിശുദ്ധ ഖുർആൻ നമ്മളോട് ചോദിക്കുന്നത്, അലം യഅനിലില്ലദീന ആമനൂ, വിശ്വാസികൾക്ക് സമയമായില്ലേ? അൻ തഖ്ശഅ ഖുലൂബുഹും, അവരുടെ മനസ്സുകളെ കീഴൊതുക്കുവാനുള്ള സമയമായില്ലേ? ലിദിക്രില്ലാഹ്, അല്ലാഹുവിനെ കുറിച്ചുള്ള ദിക്റിലേക്ക്, റബ്ബിനെ കുറിച്ചുള്ള സ്മരണയിലേക്ക് അവരുടെ മനസ്സുകളെ കീഴൊതുക്കുവാൻ സമയമായില്ലേ?
വമാ നസല മിനൽ ഹഖി, അവൻ അവതരിപ്പിച്ച സത്യത്തിലേക്കും അവരുടെ മനസ്സുകളെ കീഴൊതുക്കുവാൻ സമയമായില്ലേ? അവരുടെ മുൻഗാമികളെ പോലെ ആകാതിരിക്കുവാനും സമയമായില്ലേ? എന്താണ് മുൻഗാമികൾക്ക് സംഭവിച്ചു പോയത്? ഫതാല അലൈഹിമുൽ അമദു ഫഖസത് ഖുലൂബുഹും, കാലം ഒരുപാട് ദീർഘിച്ചപ്പോ അവരുടെ മനസ്സുകൾ വല്ലാതെ കടുത്തുപോയി. വകസീറും മിൻഹും ഫാസിഖൂൻ, അവരിൽ അധിക ആളുകളും ദുർമാർഗികളായി മാറി. വിശുദ്ധ ഖുർആൻ നമ്മളോട് പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ. ഈ ആയത്തിറങ്ങാനൊരു സബബുൻ നുസൂൽ ഉണ്ട്. എന്താണെന്നറിയോ? കുറച്ചൊരു സുഖവും സൗകര്യങ്ങളും ജീവിതത്തിൽ കിട്ടുമ്പോൾ പടച്ചോനാണ് മറക്കുന്നു. അതാണ് നമ്മൾക്കൊക്കെ സംഭവിച്ചു പോകുന്നത്. എടങ്ങേറുണ്ടാകുമ്പോൾ പടച്ചോൻ എങ്ങനെ ഓർക്കും, സുഖവും സന്തോഷവും വരുമ്പോൾ പടച്ചോനെ മറക്കും. മക്കയിലെ നബിക്കും സഹാബത്തിനും വല്ലാത്ത പ്രയാസം ഉണ്ടായിരുന്നു. ഹിജറ പോകാൻ പറഞ്ഞു. മദീനയിൽ കുറച്ചൊരു സ്വൈര്യം കിട്ടിയപ്പോൾ അത് അള്ളാനെ മറക്കാൻ കാരണമാകരുത് എന്നതിനാലാണ് ഈ ആയത്തിറക്കിയത് എന്ന് സൂറത്തുൽ ഹദീദിലെ ഈ 16-ാമത്തെ ആയത്തിറക്കാൻ കാരണം അതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമുക്ക് എത്ര സുഖം കിട്ടിയിട്ടുണ്ട്, എത്ര സൗകര്യങ്ങൾ അള്ള നൽകി. ഈ സുഖവും സൗകര്യമൊക്കെ നമ്മൾ ഉപയോഗിച്ച് പടച്ചോനെ മറക്കരുത്. ഞാൻ സൂചിപ്പിക്കുന്നത് അതാണ്. ഇങ്ങനെ ഒരുപാട് സൗകര്യങ്ങൾ, ഇപ്പോൾ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് നല്ലൊരു സാധനമാണ്, നല്ലൊരു സംഗതിയാണ്. ഇത് ഉപയോഗിക്കേണ്ട ആരുടെ കാര്യമുണ്ടോ? ഉപയോഗിക്കണം. നമ്മുടെ കുടുംബങ്ങളിൽ ഒരുപാട് തകർച്ചയുണ്ടാക്കിയതും ഇതാണ്. അത് നല്ലതിന് ഉപയോഗിച്ചാൽ മതി. നല്ലതിന് ഉപയോഗിച്ചാൽ ഒരു കുഴപ്പമില്ല. നമ്മൾ റോൾ മോഡലായിട്ട് കാണിച്ചു കൊടുക്കണം എന്ന് തന്നെയാണ് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. ഞാൻ അവസാനിപ്പിക്കണം. 3-ാമത്തെ ഘട്ടം ഇമാം ഗസാലി പറഞ്ഞത് വസ്വാഹിബുഹും സബ്അ എന്നാണ്. ഒരു കൂട്ടുകാരനായി കൂടെ കൂട്ടണം എന്ന്. ഉമ്മയും വാപ്പിയൊക്കെ അതാണ്. മഫ്തട്ട മാൻ്റെ ഒപ്പം മഫ്തട്ട മോളുണ്ടാവണം. പള്ളിയിൽ പോണ വാപ്പാൻ്റെ ഒപ്പം പള്ളിയിൽ പോണ മോനുണ്ടാവണം. കല്യാണത്തിന് മുമ്പ് മാത്രം കൊണ്ടുപോയാൽ പോരാ. ഖുർആൻ ക്ലാസ്സിന് ഉണ്ടാവണം, CRE ക്ലാസ്സിക്ക് പോലെ കോഴ്സൊക്കെ നഷ്ടപ്പെട്ടു പോകുള്ളൂ. അതിനൊക്കെ ട്യൂഷന് പ്രയാസമാണ്. അതേപോലെ മറ്റുള്ള ഒരുപാട് ഭൗതികമായ കാര്യങ്ങൾക്കൊക്കെ പ്രാധാന്യം നൽകിയിട്ട് മതത്തിൻ്റെ പരിസരത്ത് നിന്ന് മക്കളെങ്ങനെ അടർത്തി കൊണ്ടുപോകരുത്. ആ മക്കൾ വഴിതെറ്റിപ്പോകും, പിന്നെ വിലപിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ രണ്ടും സമന്വയിപ്പിച്ചു കൊണ്ടുപോകണം. വൽ ആഖിറത്തു ഖൈറും വ അബ്ഖാ, ഈ ദുനിയാവിനേക്കാൾ ഖൈറായത് പരലോകമാണ്. അവിടേക്ക് കൃത്യമായിട്ട് നമ്മൾ ഉണ്ടാക്കണം എന്ന് തന്നെയാണ്. ഈ മക്കളൊരു സ്നേഹം ഉണ്ടെങ്കിൽ, നമ്മുടെ മക്കളോട് നമുക്ക് സ്നേഹം ഉണ്ടെങ്കിൽ അവർക്ക് നമ്മൾ മതം നൽകന്നെ വേണം. അത് നൽകുക എന്ന് പറഞ്ഞാൽ ജീവിച്ച് കാണിച്ചു കൊടുക്കന്നെ വേണം എന്നത് തന്നെയാണ്. പലപ്പോഴും നമ്മുടെ മക്കൾക്ക് അറിയില്ല, പല വിദ്യാർത്ഥികൾക്കും അറിഞ്ഞൂടാ. ഇപ്പോൾ മൊബൈൽ ഫോണിലൂടെ നമ്മുടെ മക്കളൊക്കെ വല്ലാതെ ചില ഗെയിമുകളിലൂടെയൊക്കെയാണ് വഴിതെറ്റിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ CRE ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ ഒരുപാട് ദീനിനെക്കുറിച്ച് കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പെൺകുട്ടികളെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ കുറ്റപ്പെടുത്താനോ ആക്ഷേപിക്കാനോ ഒന്നല്ല. അവർക്ക് ഇന്ന് മതം കേൾക്കാൻ അവസരങ്ങൾ ഉണ്ടായിട്ടും കേൾക്കാത്ത എത്രയോ ആൾക്കാരുണ്ട്. സഹോദരിമായ ആളുകൾ പള്ളിക്ക് വരെ ജമാഅത്തിന് വരെ പോകാത്ത എത്ര ആൾക്കാർ. ഞങ്ങൾക്ക് നിർബന്ധമല്ല എന്ന് വിചാരിക്കുകയാണ്. നിർബന്ധമില്ലെങ്കിലും ആണ് പള്ളിയിൽ പോയ അതേ പ്രതിഫലം പെണ്ണിന് കിട്ടുമല്ലോ. ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ ജമാഅത്തിലൊക്കെ പങ്കെടുക്കും. എന്നാൽ നമ്മുടെ വീടുകളിലെ പെൺകുട്ടികൾ ക്യാമ്പസുകളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ പലപ്പോഴും എന്ത് ചെയ്യണില്ല? പള്ളിയിൽ പോണില്ല, നിസ്കരിക്കണില്ല. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. 14,000 കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകൾ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ടായിട്ട് ജുമുഅന്റെ നേരത്ത് ഈ മക്കളൊക്കെ എവിടെയുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഓരോ പള്ളിയിലും നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഒരു 10-25 കുട്ടികളെങ്ങനെ കാണാം, ഒരു 50 കുട്ടികളെ കാണാം നിസ്കരിക്കാൻ വരുന്ന, ഒരു 10-50 കുട്ടികൾ. ചുറ്റട്ടത്തുള്ള ഓരോ പള്ളിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിക്കോളി. ബാക്കിയുള്ള കുട്ടികളൊക്കെ എവിടെ? ഈ ജുമുഅന്റെ കാര്യം മാത്രം ഞാൻ പറയണത്. അത്രയും കുട്ടികൾ എവിടെ പോണത്? അവരതിൽ നടക്കുന്നുണ്ട്, പല രൂപത്തിലുള്ള തിന്മകളിലും മുഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മളൊക്കെ പഠനത്തിന് വേണ്ടി പറഞ്ഞേക്കുന്ന, ഞാൻ പറഞ്ഞല്ലോ, പലപ്പോഴും ട്രെയിനിന് യാത്ര ചെയ്യാറുണ്ട്. ട്രെയിനിന് യാത്ര ചെയ്യുമ്പോൾ നല്ല ഇസ്ലാമിക വേഷമണിഞ്ഞ മക്കൾ പോലും ആ റെയിൽവേ സ്റ്റേഷനിൽ അങ്ങനത്തെ വാപ്പാക്കും ഉമ്മാക്കും ഇങ്ങനെ അസ്സലാമു അലൈക്കും പറഞ്ഞിങ്ങനെ കയറിയാൽ തൊട്ടപ്പുറത്തെ സ്റ്റേഷനിലെത്തുമ്പോഴേക്ക് പോലെ തട്ടോ മക്കനിയും ഒക്കെ മാറിയിട്ട് ബർത്തിൽ ഇങ്ങനെ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ഇങ്ങനെ വേറൊരുത്തൻ്റെ ഒപ്പം കാണങ്ങനെ ആ രൂപത്തിൽ യാത്ര ചെയ്യും.
ഇറങ്ങാൻ നേരത്തൊക്കെ ശരിയാക്കിയിട്ട് പിന്നെ ഓലെന്ത് ചെയ്യും, ഒന്നും അറിയാത്ത മാതിരി അങ്ങനെ ഇറങ്ങിപ്പോണാണ്. എല്ലാവരും അങ്ങനെ നല്ല പറയണത് പലപ്പോഴും കാണേണ്ടി വരും. എന്താ കാരണം? ഈ ഒരു ബോധം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പടച്ചോൻ ഇന്നെ നിരീക്ഷിക്കുന്നുണ്ട് എന്നൊരു ബോധമില്ലാത്തതുകൊണ്ട്. ഈ ബോധം ഉണ്ടാക്കി കൊടുക്കല്ലാതെ വേറൊരു നിർവാഹമില്ല. ഇത് ഉണ്ടാക്കി കൊടുക്കണം. അതെങ്ങനെ? എന്നെ അല്ല കാണുന്നുണ്ട്. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, എന്നെ സദാ നിരീക്ഷിക്കുന്ന ഒരു പടച്ചോനുണ്ട് എന്ന ബോധം അതുണ്ടാക്കുക. ക്യാമ്പസുകളിൽ ഇന്ന് പ്രണയങ്ങൾ ധാരാളമാണ്. ഒരു അഫയർ ഇല്ലാത്ത, അങ്ങനെയുള്ളോ അപ്പം അങ്ങനെ പറയല്, അഫയർ ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, ബെസ്റ്റ് ഉണ്ട്, പിന്നെന്താ അതിൻ്റെ അപ്പുറം വേറെ സിറ്റുവേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പം പുതിയ നിങ്ങൾക്ക് അറിഞ്ഞിക്കണോന്ന് എനിക്കറിയില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. അത്ര നമ്മളൊക്കെ പണ്ട് ഫ്രണ്ട്സ് എന്ന് കേട്ടിരുന്നു. ഫ്രണ്ട്സ് പറഞ്ഞാൽ സുഹൃത്ത്. അഫയർ പറഞ്ഞാൽ അവിഹിതമായ ഒരു രൂപത്തിലുള്ള ഒരു എന്താ പറയുക, ഒരു ഗേൾ ഫ്രണ്ട്, അല്ലെങ്കിൽ അങ്ങനെയും പറയാൻ പറ്റൂല. അവിഹിതമായ പ്രണയമുള്ള ആള്. അവന് ഫ്രണ്ട് ആരാ? ഫ്രണ്ടിന്റെയും ആ അഫയറിന്റെയും ഇടയിലുള്ള ഒരാളാണ് അത്ര എന്ത് ബെസ്റ്റ്. ബെസ്റ്റ് ഫ്രണ്ടിന്റെ തൊട്ട് മുകളിലാണ്, അഫയറിന്റെ തൊട്ട് താഴെയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി. അങ്ങനത്തെ പിന്നെ വേറെ ഒന്നാണ് സിറ്റുവേഷൻഷിപ്പ്. എന്താ? എവിടെയാണോ നമ്മൾ എത്തിപ്പെട്ടത് അവിടുന്ന് തൽക്കാലമുള്ള ഒരു സെറ്റപ്പ് സിറ്റുവേഷൻ. അതിനൊക്കെ ഈ ലിബറലിസം എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ഓമന പേരിട്ടിട്ട് നമ്മളെ കുട്ടികളോട് ചോദിച്ചാൽ ഇതൊക്കെ ഓൽക്കറിയാം. അങ്ങനൊക്കെ ഉണ്ടെന്ന്. ഈ രൂപത്തിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല പേര് ഈ കാരം. എന്താക്കളെ കേട്ടോക്കി. അങ്ങനത്തെ ഒരുപാട് പേരുകൾ. നല്ല രസമല്ലേ? സ്റ്റാറ്റസ് ഒക്കെ. എൻ്റെ ബെസ്റ്റ് ആരാ എന്ന് ചോദിച്ചാൽ അതില്ലാത്തവനൊരു മൊയന്ത്, ഒരു പൊട്ടൻ, അവനൊന്നിനും പറ്റാത്തവൻ, ഇതൊന്നും ഇല്ലാത്തവന്. എന്നാൽ അള്ളാന്റെ അടുക്കലേ ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, ഇതൊക്കെ ഒഴിവാക്കിയിട്ട് ആ രൂപത്തില് പടച്ചോൻ തഖ്വയുള്ള ആളുകളായി ജീവിക്കുന്ന അത്തരം ആളുകളാണ് ഏറ്റവും നല്ല മനുഷ്യന്മാര്. അവരാണ് അള്ളാന്റെ അടുക്കൽ ആദരിക്കപ്പെട്ടവർ. ആരൊക്കെ ആക്ഷേപിച്ചാലും നമ്മളെ ഒറ്റപ്പെടുത്തിയാലും പടച്ചോന്റെ ഇഷ്ടം ഉണ്ടായാൽ മതി. ചൂരൽമലയിൽ ഒരൊറ്റ ദിവസം കൊണ്ടാണ്, നിങ്ങൾ ആലോചിച്ച്, ഒറ്റ ദിവസം കൊണ്ടാ അവിടെ ഒന്നുമില്ലാതായി മാറിന്ന്. എല്ലാം കൂടെ പോയി. രാത്രി നമ്മളെപ്പോലെ ഭക്ഷണം കഴിച്ചുറങ്ങിയ ആളുകൾ രാത്രി 1:30 ഒരു ശബ്ദം കേൾക്കുകയാണ്. ആ നാടനല്ല, വീടനല്ല, ഒരു നിസ്കരിച്ച പള്ളിയില്ല, ഒരു പഠിച്ച സ്കൂളില്ല, ഒക്കെ നഷ്ടപ്പെട്ടു. ഇത്ര ഉള്ളു മനുഷ്യന്റെ നിസ്സഹായത. നമ്മളൊക്കെ ബേജാറായില്ലേ? പിറ്റേ ദിവസം വല്ലാതെ നമ്മളൊക്കെ പ്രയാസപ്പെട്ടില്ല. നമ്മുടെ മഹല്ലുകളിലൊക്കെ കളക്ഷൻ നടന്നു. അവിടേക്ക് മറ്റേത് രൂപത്തിലുള്ള കളക്ഷനും ലഭിക്കാത്ത സംഖ്യ ലഭിച്ചു. എന്തേ കാരണം? ഇത്ര ഉള്ളു മനുഷ്യന്റെ കാര്യം എന്ന് ആലോചിച്ച് അങ്ങോട്ട് എടുത്തു കൊടുത്തേക്കാണ്. ഇത്ര ഉള്ളൂ. ആരും ഉണ്ടാവില്ല. ഒരു ബെസ്റ്റി ഉണ്ടാവില്ല, ഒരു അഫയറും ഉണ്ടാവില്ല, ഒരു സിറ്റുവേഷൻഷിപ്പും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. നമ്മളെ അമല് മാത്രം. അവിടെ ഈ CRE ക്ലാസ്സിൽ പങ്കെടുത്ത അത് ചിലപ്പോൾ പഠിച്ചവൻ്റെ ഇരിക്കുക നമുക്കൊരു ബലയിക്കാരം. അങ്ങനെ പഠിച്ച മക്കളാണോ, ആ മക്കളുടെ പ്രാർത്ഥന പടച്ച തമ്പുരാന്റെ അടുക്കൽ നമുക്കൊരു ബലമായിരിക്കും, ഒരാശ്വാസമായിരിക്കും. അതിനവരെ കൂടെ കൂട്ടണം. വസ്വാഹിബുഹും സബ്ആ. ആ 14 വയസ്സ് മുതൽ 21 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ കൂടെ കൂട്ടിക്കൊണ്ട് നടക്കാൻ സാധിക്കണം. ആ മക്കളെ കൂടെ കൂട്ടണം. ഉമ്മള്ളോടത്തും വേണം. കാരണം ഞാൻ പലപ്പോഴും സൂചിപ്പിക്കാറുണ്ട്, മക്കൾക്ക് അറിയില്ല, പല ആൾക്കാർക്കും അറിയില്ല തെറ്റെന്താ ശരിയെന്താന്ന് അറിയില്ല. ഇത് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടത്, നമുക്ക് ഇതിൽ നിന്ന് നന്മയാണോ ലഭിച്ചത്? നമ്മൾ ഈ മക്കളൊക്കെ ഈ CRE ക്ലാസ്സിലേക്ക് പറഞ്ഞയച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ആശ്വാസം ലഭിച്ചിട്ടുണ്ടോ? ഒരു പ്രതീക്ഷ ലഭിച്ചിട്ടുണ്ടോ? ഖുർആൻ ഇങ്ങനെ ഓതുമ്പോൾ നമ്മുടെ എല്ലാവർക്കും ആഗ്രഹമുണ്ട്, നമ്മുടെ മഹലിൽ നല്ല ഖുതുബ നടക്കണം, നല്ല ഇമാമാകണം, ഒക്കെ അങ്ങനെയുള്ളോ. അങ്ങനെയൊക്കെ ആഗ്രഹങ്ങളുണ്ടാകും. ഈ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് പടച്ചോനോട് നിരന്തരമായി പ്രാർത്ഥിക്കും വേണം. നമ്മൾ പ്രവർത്തിക്കും വേണം, പടച്ചോനോട് പ്രാർത്ഥിക്കും വേണം. ഇല്ലെങ്കിൽ അള്ളാഹിൻ്റെ കോടതിയിൽ നമ്മൾ കുറ്റക്കാരാകും. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. യാദൃശ്ചികമായാണെങ്കിലും ഇത്രയും സമയം ഞാൻ നിങ്ങളോട് സംസാരിച്ചത്, പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കുവാനും കുടുംബസമേതം സ്വർഗത്തിൽ പ്രവേശിക്കുവാനും ആവശ്യമായ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ഒന്ന് ഊർജ്ജസ്വലരായി ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ച് ഈ പ്രദേശത്ത് MSMൻ്റെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ ആത്മാർത്ഥമായിട്ട് ആലോചിക്കുക, ഒരു ഓർഗനൈസേഷനിൽ MSMൻ്റെ മെമ്പർഷിപ്പുള്ള എത്ര മക്കൾ നമ്മളൊക്കെ വീട്ടിലുണ്ടെന്ന് ആലോചിച്ച് നോക്കി.
യുവാക്കളായ ആളുകളുണ്ട്, യുവതികളായ ആളുകളുണ്ട്. ഒരു ഓർഗനൈസേഷനിൽ MGM-ന്റെ പ്രവർത്തകരായി നമ്മൾ എത്ര ആൾക്കാരിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്കി. എന്തിനാണിത്? അടുത്ത ഇലക്ഷനിൽ നമ്മൾ മത്സരിക്കാനോ ഇതിനോ അങ്ങനെ ഒന്നും അല്ലല്ലോ. നമ്മൾ പരലോകത്തെ വിജയമല്ലേ, അതൊക്കെ ബാക്കിയുള്ളതൊക്കെ നടക്കണം, ഒക്കെ വേണം. പക്ഷെ അതല്ല, നമ്മൾ ഇതിൽ പ്രവർത്തിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അള്ളാഹുവിൻ്റെ പ്രതിഫലം ലഭിക്കാൻ വേണ്ടിയിട്ടാണ്, സ്വർഗം ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ പരിപാടി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മെ ഏവരെയും അവൻ്റെ ജന്നാത്തിൽ ഫിർദൗസിൽ അള്ളാഹു തആല ഒരുമിച്ച് കൂട്ടി സ്വർഗത്തിൽ കുടുംബസമേതം പ്രവേശിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.